എന്താ മോനെ പേര്? ആദിത്യ. മോൻ എത്ര പഠിക്കുന്ന? ഏത് സ്കൂളിലാ? നമുക്കൊരു വെറൈറ്റി മെന്റലിസം ചെയ്താലോ? ഓക്കെ, ഞാൻ ഇന്ന വരെ ചെയ്യാത്ത ഒരു മെന്റലിസം ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ മോന്റെ അടുത്ത് ആദ്യമായിട്ടാണ് മെന്റലിസം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ മോന്റെ മനസ്സൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ എന്റെ ഫ്രണ്ടില് എന്താണ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു നെയിലാണ്. മെന്റലിസത്തില് എല്ലാ മെന്റലിസം ചെയ്യാൻ പേടിക്കുന്ന ഒരു സംഭവമാണ് മെന്റലിസം നെയിൽ. ഇത് മറ്റൊരാളുടെ മനസ്സിനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ഒരു മെന്റലിസം ചെയ്ത് ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ അവസാനത്തെ മെന്റലിസം. കാരണം ചിലപ്പോൾ ഇത് ചെയ്ത് കൈ മുറിയാനും ചാൻസ് ഉണ്ട്. പല മെന്റലിസ്റ്റുകളുടെയും കൈയൊക്കെ മുറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ മനസ്സ് ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മൂർച്ചയുള്ള ഇതാണ്, തൊട്ട് വയ്ക്കാനോ നല്ല മൂർച്ച ഉള്ളതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല കേട്ടോ, കമ്പിയുടെ തന്നെയാണ്. ഒടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൽ ഗ്ലാസ് വെച്ച് കവർ ചെയ്യാണ്. ഓക്കെ, 4 കവർ ചെയ്തിട്ടുണ്ട്. ഇനി മോൻ ചെയ്യാനുള്ള എന്തെന്ന് പറയാം, ഇപ്പൊ ഇതിലാണ് നെയിലിരിക്കുന്നത് എനിക്കറിയാം. മോൻ ഇതിന്റെ ഡയറക്ഷൻസ് മാറ്റാം. ഗ്ലാസ്സുകൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് വയ്ക്കാം. ഇത് വേണമെങ്കിൽ ഇതിൽ എടുത്ത് ഇപ്പുറത്തോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇത് വേണം ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തിരിച്ചു വയ്ക്കാം, ഇതിങ്ങനെ തിരിച്ചു വയ്ക്കാം. ഏത് രീതിയിലും മോൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ തിരിഞ്ഞു നിൽക്കും. മോൻ ചെയ്ത് കഴിഞ്ഞിട്ട് മോൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഗ്ലാസ്സുകളും ഇങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് വേണമെങ്കിലും വെക്കാം. ഈ ഇരിക്കുന്നത് പൊസിഷൻസ് എത്ര വേണമെങ്കിലും മാറ്റാം. ഇങ്ങനെ ഇരിക്കുന്നതിന് ഇങ്ങനെ ചരിച്ച് വേണമെങ്കിലും വെക്കാം. ഓക്കെ, മോന് ചെയ്യാം. ചെയ്ത് മോന് മതിയാവുന്നത്രോളം ചെയ്യാം. ഗ്ലാസ് ചേഞ്ച് ചെയ്യാം, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാം, ഇരിക്കുന്ന പൊസിഷൻ ചേഞ്ച് ചെയ്യാം, തിരിച്ചോ മറിച്ചോ വേണമെങ്കിലും വെക്കാം. ചെയ്ത് കഴിയുമ്പോ പറയണേ മോനെ. കഴിഞ്ഞ മോനെ, ഞാൻ തിരിയട്ടെ. ഓക്കെ, ഇതിൽ എവിടെയാണ് ഇരിക്കുന്നത് മോൻ അറിയാമോ? മോൻ അറിയില്ലേ? എനിക്കറിയാം. ഓക്കെ, മോൻ ഇനി ഒന്ന് തിരിയാമോ? ഞാൻ എന്തുകൊണ്ടാണ് ഈ മോനെ തിരിയാൻ പറഞ്ഞതറിയാം. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലവർ ചോദിക്കും, ഞാൻ ഈ മോനും കൂടെ ഒത്തു കളിച്ചാലോ, എവിടെയാണ് വെച്ചിരിക്കുന്നതിന്റെ ഡയറക്ഷൻ മോൻ അറിയാലോ, മോന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ എന്ന് പലരും ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഇതിന്റെ പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇപ്പൊ ഇതിവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല, മോനെ അറിയില്ല. മോൻ തിരിയാമോ? ഓക്കെ, ഇതിൽ എവിടെയാണ് ഇരിക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ഓഡിയൻസിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇനി എൻ്റെ 6th സെൻസ് വെച്ച് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ ഒരു ട്രൈ നടത്താൻ പോവാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല, ഒരു ശ്രമം മാത്രമാണ്. ഞാൻ ഇതിന് ഓരോത്തിൻ്റെ മുകളിൽ കൈവച്ചൊന്ന് നോക്കിയാണ്. ഇതിലെല്ലാത്തിലും ഒരു എനർജി ഉണ്ട്. നമുക്ക് ആ ഒരു എനർജി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. മോന് ഇതിൽ ഉണ്ടോ ഇല്ലോ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നോ ഇല്ലെന്ന് തോന്നോ? പറയാം, മനസ്സിൽ തോന്നുന്നത് പറയാം. ഇല്ലെന്ന് തോന്നുന്നു. മോൻ ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഇതിലോട്ട് അടിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, എല്ലാവരും പറയും ഇത് ചെയ്ത് എൻ്റെ കൈ മുറിഞ്ഞ ഇതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും മോനുള്ളതല്ല, ഫുൾ എനിക്കുള്ളതാണ്. വേറെ എന്ത് വന്നാലും ഒരു പ്രശ്നം മോന് വരില്ല. ഓക്കെ, മോൻ പറഞ്ഞതിൽ ഞാൻ പോവുകയാണ്. ഇതിലില്ല. ഓക്കെ, ഇതിലുണ്ടോ ഇല്ലയോ മോൻ എന്ത് തോന്നുന്നു? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുക പറഞ്ഞത് കൊണ്ട് ഇത് തന്നെ അടിക്കുകയാണ്. ഓക്കെ, ഇതിലും ഇല്ല. ഈ 2 ഏതിലോ ഒന്ന്. മോൻ ഇതിൽ ഏതിലുണ്ടെന്നാ തോന്നുന്നു? ഇതിലുണ്ട്. ഇതിലില്ല. ഇതിലുണ്ട്, ഇതിലില്ല. അപ്പൊ മോൻ ഉണ്ടെന്ന് പറയുന്നതിൽ ഞാൻ അടിച്ച എൻ്റെ കൈമുറി, ഇതിലടിച്ച കൈമുറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇതിലാണ് ഇരിക്കുന്നത്, ഇതിലില്ല എന്ന്. ഞാൻ രണ്ടും കൽപ്പിച്ച് മോൻ ഉണ്ടെന്ന് പറയുന്നതിൽ അടിക്കാൻ പോവുകയാണ്. ഇതില് ഇല്ല. ഞാൻ ഇത് അടിച്ചിരുന്നെങ്കിൽ
എൻ്റെ കൈ മുറിയായിരുന്നു. കാരണം മൈൻഡ് ഇൻഫ്ലുവൻസിങ് സിക്സ്ത് സെൻസ് വെച്ച് ചെയ്തതാ. താങ്ക് യു. പേടിച്ചാ? പേടിക്കേണ്ട ആവശ്യമില്ല.